എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹോട്ട് സീറ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സുറുമിയാണ്. ഇരിക്കാം. പൊള്ളുന്നുണ്ടോ? ഇല്ല, പക്ഷെ അത് ഹോട്ട് സീറ്റാണ്. ചളി പാളി പോയി കുഴപ്പമില്ല, ആരെങ്കിലും പിടിച്ചോളാം. ഇരിക്കാം. ചമ്മി. ഓക്കെ, താങ്ക് യു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ന്റെ 26-40 വരെ പഠിച്ചില്ല. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഓക്കെ, ആദ്യത്തെ വേഗവിരൽ ചോദ്യത്തിലൂടെ ഹോട്ട് സീറ്റിലേക്ക് വരുവാൻ സാധിച്ചപ്പോൾ സുറുമിക്കുണ്ടായ സന്തോഷം എങ്ങനെയാണ്? ഈ ഗോപിക സുരേഷിനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം എങ്ങനെയാണ്? വളരെ സന്തോഷം. മൈക്കിൾ പറയാം, അത് നാട്ടുകാരെ കൂടെ അറിയട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷില്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞുകൊണ്ട് തന്നെ സുറുമി 100 പോയിന്റ്സ് നേടിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ആട് ശരിയായ ഉത്തരം. ഇനി 9 ചോദ്യങ്ങളാണ് സുറുമി അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം പറയട്ടെ. ഗുരുജി, ചോദ്യം ഇതാ. ഷണ്ടൻ വായിച്ച പുസ്തകം ഏത്? വളരെ പുച്ഛത്തോടെ ധാർഷ്ട്യത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരിക്കുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. സുറുമി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയായിരിക്കുന്നു. ഓക്കെ, സുറുമിക്ക് 200 പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. വേഗത്തിൽ പോകാമല്ലോ, പതുക്കെ പോവാൻ സമയമില്ല, വീട്ടിൽ പോണ്ടേ. ഓക്കെ, വേഗത്തിൽ തന്നെ ഞങ്ങൾ പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാ. ഐത്യോപ്യ രാജ്ഞിയുടെ പേര്. ഹോട്ട് സീറ്റ് പൊള്ളി തുടങ്ങി. പറഞ്ഞു കൊടുത്താൽ ഔട്ട് ആകുന്നതായിരിക്കും. പറഞ്ഞു കൊടുത്താൽ ഔട്ട് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് 2 ലൈഫ് ലൈൻ ഉണ്ട്, ഇങ്ങോട്ട് നോക്കാം. 1 ഫോൺ ഓഫ് ഫ്രണ്ട്, 2 ഓപ്ഷൻ തരുന്നതായിരിക്കും. ഫോൺ ഓഫ് ഫ്രണ്ട് മതി എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ സുറുമി ഫോൺ ഓഫ് ഫ്രണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനിക്കാം. ഈ ഇരിക്കുന്നവരിൽ സ്വന്തം ടീമിനെയോ ഓപ്പോസിറ്റ് ടീമിനെയോ ആരെ വിശ്വസിക്കുന്നു? ഇവിടെ മതി. നിങ്ങളെ വിശ്വാസമില്ല, കാണാലോ. ഓക്കെ, സ്വന്തം ടീമിനെ വിശ്വസിക്കുന്നു. ഇതിൽ ആരെ വേണം? ദിവ്യ ആന്റി. ഗുരുജി, ദിവ്യ ആന്റിയുമായി നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഹലോ, അത് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ദിവ്യ ആന്റിയാണോ? അതെ, ആരാ സംസാരിക്കുന്നേ? ഇത് സുരേഷ് ഗോപി. അതെ, ഞെട്ടിയല്ലേ? എനിക്ക് തോന്നി പണ്ടേ ഞെട്ടുമെന്ന്. ഓക്കെ, ഇവിടെ ഹോട്ട് സീറ്റിൽ താങ്കൾക്ക് പരിചയമുള്ള ഒരു കുട്ടി സുറുമിയാണ് ഇരിക്കുന്നത്. സുറുമിക്ക് മുന്നോട്ടുള്ള ചോദ്യത്തിൽ ഒരു പ്രയാസം. ചോദ്യം പറയാമല്ലോ. ഐത്യോപ്യ രാജ്ഞിയുടെ പേര് കന്ദക്ക എന്നാണ് ദിവ്യ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഗോള് കട്ടായിരിക്കുന്നു. സമയം അവസാനിച്ചു. നിങ്ങൾ കന്ദക്കയുമായി മുന്നോട്ട് പോകുന്നു, അതോ മറ്റൊരു ആൻസർ പറയുന്നു? മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ലോക്ക് ചെയ്യാം. ഗുരുജി, പ്ലീസ് ലോക്ക്. കന്ദക്ക. ദിവ്യ ടീച്ചറിന് എത്ര നാളായി അറിയാം? VBS തുടങ്ങി അന്ന് തൊട്ട് അറിയാമെന്നാണ് പറയുന്നത്. ദിവ്യ ടീച്ചർ ചതിക്കുമോ? ഇല്ല, വിജയിപ്പിക്കുമെന്നാണ് പറയുന്നത്. പോയിന്റ്സിന്റെ എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല, പിന്നെ എന്തിനോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം കന്ദക്ക. അതെ, കന്ദക്ക ശരിയായിരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? ഷണ്ടൻ ഇവിടെ ഇരുന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചത്. പിന്നെയും എന്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ധാർഷ്ട്യത്തോടെ പറഞ്ഞിരിക്കുകയാണ്. എന്ത്? തേനയോ?
കൈയടിച്ച് പാസ്സാക്കി. താങ്കൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയായിരിക്കുന്നു. പിന്നെ നല്ലൊരു കൈയടി. പിടിക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഗുരുജി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിലിപ്പോസിനെ പിന്നെ എവിടെയാണ് കണ്ടത്? പൊള്ളി തുടങ്ങി. ഫിലിപ്പോസിനെ പിന്നെ എവിടെയാണ് കണ്ടത്? ബാക്കിയുള്ള കൂട്ടുകാർ അടങ്ങിയിരിക്കുക, ശതമാവുക. എവിടെയാണ് കണ്ടത്? ഓക്കെ, രണ്ടാമത്തെ ലൈഫ് ലൈൻ എടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് താങ്കൾക്ക് 2 ഓപ്ഷൻ തരട്ടെ. ഒന്നാമത്തെ ഓപ്ഷൻ ഗലീല, രണ്ടാമത്തെ ഓപ്ഷൻ അസ്തോദി. പിന്നെയും പൊള്ളി തുടങ്ങുന്നുണ്ട്. ഏതുമായി മുന്നോട്ട് പോകാം? പറഞ്ഞു കൊടുക്കരുത്. ഗലീല ഓർ അസ്തോദി? മണിക്കുട്ടി ഓടി തുടങ്ങി. ഇവിടെ കണ്ടുണ്ടായിരുന്നു അസ്തോദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എണീക്കാം. ഓക്കെ, വളരെ മിടുക്കിയായിട്ട് ഈ പ്രോഗ്രാമിൽ കടന്നു വന്നു. വളരെ മിടുക്കിയായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഈ ചോദ്യം അവസാനിക്കുമ്പോൾ സുറുമിക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിയാക്കാൻ പറ്റിയിരിക്കുന്നു. നല്ലൊരു കൈ. ഓക്കെ, നല്ലൊരു